ഇന്ത്യയിൽ ഐ ലീഗ് ഉണ്ട്, ISL ഉണ്ട്, അതുപോലെ ഇപ്പോൾ KSL ഉണ്ട്. ഐ ലീഗിൻ്റെ വേറെ ഡിവിഷനുകളുണ്ട്, ISLൻ്റെ വേറെ ഡിവിഷനുകളുണ്ട്. ഇത് ഫുട്ബോളിനെ മാത്രമല്ല പറയുന്നത്, ബാക്കി എല്ലാ സ്പോർട്സിലും അതെ, ബാക്കി എല്ലാ സ്പോർട്സിലും നമ്മൾ ഫുട്ബോളിന്റെ മേഖലയിലുള്ളത് കൊണ്ടാണ് അത് റിലേറ്റ് ചെയ്ത് പറയുന്നത് മാത്രം. ഇപ്പൊ ഫുട്ബോളിനെ ബേസ് ചെയ്ത് പറയുന്നു, ബാക്കി എല്ലാ സ്പോർട്സിലും അത്രയും ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മളെ നാട്ടിൽ വളർന്നു വരേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. കളിക്കുക, പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ മേഖലയിൽ എത്തുക എന്നുള്ളതിന് പകരം നമ്മളിപ്പം കൊറോണ വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി എന്താണ്, നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്ന പഠനത്തിനേക്കാളും അല്ലെങ്കിൽ സമ്പത്തിനേക്കാളും ഒക്കെ എത്രയോ പ്രധാനമാണ് നമ്മൾ നേടിയെടുക്കേണ്ട ആരോഗ്യം എന്ന് നമുക്ക് ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറേനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് സ്പോർട്സിലൂടെ സിമ്പിളായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം ലഹരിയാണ്. ലഹരി, കുട്ടികൾ, പല ലഹരി, ചെറിയ കുട്ടികൾ, എനിക്ക് തോന്നുന്നത് ഇപ്പം പല ആളുകളുടെ ക്ലാസ്സുകളിൽ LP സ്കൂൾ, UP സ്കൂളുകളിലെ കുട്ടികൾ പോലും വലിയ വലിയ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ലഹരികളാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലഹരി, ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് ഒരു ലഹരിയായിട്ട് കൊണ്ടെടുക്കുന്ന ആള് ഇതുപോലുള്ള ഡ്രഗ്സിലേക്കൊന്നും പോകില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികളെ വളർത്തിയാൽ നല്ലൊരു സമൂഹത്തിനും കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു വേറെ വിഷയമുണ്ട്. ഇപ്പോൾ വൈശാഖ് പറഞ്ഞു തന്നതിൽ സംഭവം നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കാണാം, ലഹരി എന്തോ ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് നമ്മൾ അല്ലേ സ്പോർട്സിലേക്ക് വരൂ, ലഹരി മറ്റേതാണെന്നൊക്കെ പറഞ്ഞു, ഇതാണ് നമ്മുടെ ലഹരി എന്നൊക്കെ പറഞ്ഞ് കുറേ ക്യാപ്ഷൻസ് കിട്ടിയിട്ട് ആൾക്കാർ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇത് ഇടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുന്നില്ല, നമ്മളെ കുട്ടികളെ എവിടെ കൊണ്ടുപോയി കളിപ്പിക്കും, നമുക്ക് എവിടെ ഗ്രൗണ്ടുകളുള്ളത്? ഒരു ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 3-4 വയലുകൾ ഗ്രൗണ്ടുകളായിരുന്നു. അവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 10-20 നിലയുള്ള ബിൽഡിങ്ങുകൾ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അത്രയും വലിയ ബിൽഡിങ്ങുകൾ എവിടെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇപ്പോൾ ശരത്തേട്ടനൊക്കെ ഈ കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ട് ഇന്ന് വലിയ ബിൽഡിങ്ങാണ്, വലിയ അപ്പാർട്ട്മെന്റ്സ്. അവർക്ക് ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കെ. പക്ഷേ ഈ ഇതിൽ നമ്മൾ പറയുന്ന റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിടും. മറ്റേ എവിടെ ഗ്രൗണ്ട് ഉള്ളത്? ഗ്രൗണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കുട്ടികളെ ഈ ലഹരി വിമുക്തമാക്കിയിട്ട് നമുക്ക് ഈ സ്പോർട്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടുകളില്ല. ഇപ്പം ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന സംഭവമൊക്കെ ഇപ്പോൾ അവിടെ കാട് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട്. മീൻസ് അത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ആൾക്കാർക്ക് സമയമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സർക്കാരിന് ഓരോ പഞ്ചായത്തിലും ഗ്രൗണ്ട് അല്ലെങ്കിൽ 1-2 ഗ്രൗണ്ടുകൾ വരുന്ന ഒരു പുതിയൊരു വികസനം കൊണ്ടുവരേണ്ടതുണ്ട്. അല്ല, അത് ഓൾറെഡി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ആവേണ്ടതുണ്ട്. കുറച്ചുകൂടി ഗ്രൗണ്ടുകൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ചില ആളുകളുണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് സ്ഥലമുണ്ട്, ഗ്രൗണ്ടിനുള്ളൊരു സ്ഥലമുണ്ട്, അവർ ഒന്നും അതിൽ ചെയ്യുന്നില്ല, ഒന്നും ബ്ലാങ്ക് ആയിട്ട് ഇടുന്ന, ഒന്നും അതിലേക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ചെയ്യാത്ത സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ അതിന് പോലും അനുവദിക്കില്ല. വെറുതെ പൂട്ടിയിട്ടാൽ മതി, അവർക്ക് സാറ്റിസ്ഫാക്ഷനാണ്. സോ ആളുകൾ അവരുടെ സ്ഥലം പോലും കുട്ടികൾ കളിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല. വേറൊന്നും പ്ലാൻ ഇല്ലെങ്കിൽ സുഖമായിട്ട് അവർക്ക് അതില്ലെങ്കിൽ കുട്ടികൾ കളിച്ചിട്ട് അവരുടെ കരിയറെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതുന്ന ആളുകൾ പോലും ഇവിടെ ഇല്ല. അപ്പോൾ ഗ്രൗണ്ടുകളില്ല എന്നൊരു വലിയൊരു ക്ഷണം, എവിടെയാണ് കളിക്കുക എന്നുള്ളത് വലിയൊരു കാരണമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്പോർട്സിൽ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ രാവിലെ എത്രയോ നേരത്തെ എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യും. അവരെന്നിട്ട് കോളേജ് അല്ലെങ്കിൽ ജോലി അവരുടെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകും. വൈകുന്നേരം വീണ്ടും വർക്കൗട്ട് ചെയ്യും. അവരുടെ ബോഡിയും മറ്റു ആളുകളുടെ ബോഡിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ലഹരിക്ക് പിന്നിൽ പോകുന്ന ആളുകളുടെ ആളുകൾ ലഹരി മാത്രമായിട്ട് പോകുന്നു ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ. അതിനപ്പുറത്ത് ഇപ്പോൾ സ്പോർട്സിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സമയത്ത് അവരുടെ ബോഡി മാറും, അവരുടെ ആരോഗ്യ നിലവാരം മാറും. ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്പോർട്സ് താരങ്ങളും മറ്റു പേഴ്സൺസിൻ്റെ അടുത്ത് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും അവരുടെ വ്യത്യാസം. അതെ. നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ രാവിലെ എങ്ങനെ ഈ വർക്കൗട്ട് ചെയ്യുന്ന രീതിയൊക്കെ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പണ്ടുള്ള ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലും കളിക്കാൻ പോകുമ്പോൾ ഇപ്പോഴും രാവിലെ കളി നടക്കുന്ന ഗ്രൗണ്ടുകളിൽ ഏറ്റവും നേരത്തെ എത്തുക പ്രായമുള്ള ആളുകളാണ്. എല്ലാ ഗ്രൗണ്ടുകളും നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, 35 വയസ്സ് 40 വയസ്സുള്ള ആളുകൾ ഇപ്പോഴും ഏറ്റവും നേരത്തെ എണീറ്റ് ഗ്രൗണ്ടിൽ വരുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. 18, 20, 21 വയസ്സുള്ള ആളുകൾ രാവിലെ കളിക്കാൻ എത്താത്ത ആളുകളുണ്ട്. കളിക്കുന്ന ആളുകൾ പോലും കളിക്കാൻ എത്താണ്ടായി. എന്താ വെച്ചാൽ ഫോൺ ഉപയോഗിച്ചിട്ട് കിടക്കുന്ന സമയം 2 മണി 3 മണിയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ ഒരു മേഖലയിലുണ്ട്. വളരെ വൈകി വരുന്നൊരു കളി നടക്കുന്ന ഏത് ഗ്രൗണ്ടിൽ ചെന്നാലും ഒരു 30 വയലുള്ള ആളുകളാണ് ആ ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് വരിക, നേരത്തെ വരികയൊക്കെ ചെയ്യുന്ന ആളുകൾ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും.
അതായത് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ് തോന്നുന്നത്, അവർക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാത്ത ഒരു സ്ട്രക്ചറായിട്ട് ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് പക്കയായിട്ട് പോകാത്തൊരു ഡിസിപ്ലിൻഡ് അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിലുണ്ട്. അല്ല അത് മീൻസ് അത് ഈ സ്പോർട്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നല്ലോണം ഉണ്ട്. എന്ന് വെച്ചാൽ സ്പോർട്സ് ഇല്ലാത്തത് കാരണം ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഇതിലേക്ക് മാറുകയാണ്. അതെ 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 അതെ. ഇപ്പോൾ ശരത്തായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിവാ കേരളയിൽ കളിച്ചിട്ടുണ്ട്, മുംബൈ FC ഇപ്പം മുംബൈൻ്റെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുനിൽ ഛേത്രിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ FC കളിച്ചിട്ടുണ്ട് തോന്നുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഈ അവരുടെ പ്രാക്ടീസ് എങ്ങനെയാണ്, അവരൊക്കെ അവസരങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാത്തിനും അവരുടേതായ ഒരു മീൻസ് ഓരോ ടീമിലും ഓരോ ആയിരിക്കും. ഇപ്പം 1 hour അല്ലെങ്കിൽ 1.5 hour ട്രെയിനിങ്ങുള്ള മുംബൈ ഇപ്പോൾ ബാംഗ്ലൂർ FC എന്നൊക്കെ പറയുന്നത് മറ്റ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി അക്കാഡമിയിൽ ഒന്നാണ്. ഏറ്റവും ഒരുപാട് പ്ലേയേഴ്സിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പക്ക പ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം ബാംഗ്ലൂർ FCയിൽ ഞാൻ I League ISL കളിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് ജോലി കിട്ടിയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആകെ അവർക്ക് ബാംഗ്ലൂർ FCക്ക് വേണ്ടി കളിച്ചിട്ടുള്ള DSK കപ്പ്, അത് ഞങ്ങൾ സെമി ഫൈനലിൽ എന്തോ തോറ്റു. അപ്പോൾ സെമി ഫൈനൽ വരെ ഞാൻ പോസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ നിന്ന് പിന്നെ തിരിച്ചു വരേണ്ടി വന്നതാണ്. അപ്പോൾ അവരുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ സെവൻസ് ആണ് വലുത് എന്ന് വിചാരിക്കുന്ന കുറേ കുട്ടികളുമുണ്ട്. സെവൻസ് കളിച്ച് അവനൊരു പേര് കിട്ടും, ഒരു ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ അവർ രാജാവാണ്. അതിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കുറച്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. ഒരു ഇന്ത്യൻ പ്ലെയർ വന്നിട്ട് ഒരു അഖിലേന്ത്യാ സെവൻസ് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ ഇൻസിഡൻറ്റ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ എനിക്ക് തോന്നുന്നു മറ്റേ അഖിലേന്ത്യയിൽ പോലും ഒരു ഇന്ത്യൻ പ്ലെയറിനെ പരിഗണിക്കാത്ത, ആ ഒരു ഇത് കൊടുക്കാത്ത ഒരു പുള്ളി. ഇപ്പം എനിക്കുണ്ടായിട്ടുള്ള സംഭവമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അഖിലേന്ത്യാ സെവൻസിന് അത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ വേണ്ട, അന്നറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നാട്ടിലെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എവിടെ ടിക്കറ്റ് എന്ന് ചോദിച്ചു. ആകെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ്, എൻ്റെ നാടന്നല്ലേ ഇതിനപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന, അന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു വലിയ പ്രൊഫഷണൽ കളിക്കാരന് എന്തിനാ. അപ്പോൾ അങ്ങനെ ഇപ്പോഴല്ല കേട്ടോ ഇൻസിഡൻറ്റ് വിവാ കേരളയ്ക്ക് ആ കളിക്കുന്ന ടൈമാണ്. പക്ഷേ വിവാ കേരള എന്ന് പറയുന്ന സംഭവം ആ ടൈമിൽ നമുക്ക് ഈ എന്താ പറയുക ഈ ചാനലുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇന്നത്തെ നമ്മൾ ഗോകുലം കേരളയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനൊക്കെ എങ്ങനെ കൊണ്ടുനടക്കണോ അതുപോലെ ട്രെൻഡായ ഒരു സാധനമാണ് വിവാ കേരള. ഒരു പക്ഷേ FC കൊച്ചിൻ കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിലൊരു ടീം എന്ന് പറഞ്ഞാൽ വിവാ കേരളയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഈ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ പ്ലെയർ നല്ല വലിയൊരു ക്ലബ്ബിൽ കളിക്കുന്ന ഒരു പ്ലെയർ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുമ്പ് എനിക്ക് തോന്നുന്നു വേറൊരു പ്ലെയറിൻ്റെ ഒരു കേസ് ഇതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു കേസ്, ആ ഒരാൾ പോലും സെവൻസിന് കളി കാണാൻ പോകുന്ന സമയത്ത് ഇതിൽ ടിക്കറ്റ് എടുക്കാത്തതല്ലായിരുന്നു വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് ആൾക്കാരൊക്കെ എന്നെ ആകെ തീർച്ചയായും ഒരു VIP കാറ്റഗറിയിൽ ഒരു നിർത്തേണ്ട ഒരു ആളുകളാണ്. വലിയ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആളാണ്, ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളുകൾ. അങ്ങനെ ഗ്രൗണ്ടിലുണ്ടായ അടുത്ത ദിവസത്തെ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ അടുത്ത ഒരു 3ാമത്തെ കളിയാകുമ്പോൾ നമ്മുടെ ഇനോഗ്രേഷൻ അല്ല, മീൻസ് നമ്മൾ ഈ പ്ലെയേഴ്സിന് എന്താ പറയുന്നത് കൈ കൊടുക്കാൻ പോകുന്നതിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ഗസ്റ്റായിട്ട് പോയത്. 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ആ ഗ്രൗണ്ടിൽ ഗസ്റ്റ് ആയിട്ട്. അതായത് ഈ 2 ദിവസം മുമ്പ് വരെ നിനക്ക് ടിക്കറ്റ് എടുക്കാൻ വരുത്താൻ മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ട്. അത് ആ പുള്ളിക്ക് തന്നെ അറിയില്ല, അത് പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ടിക്കറ്റ് എവിടെ, ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ കയറാമെന്ന് വെച്ചപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു അങ്ങനെ എന്തോ പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കയറാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ എന്തിനാ വെറുതെ വർത്തമാനം പറയുന്നത്, ടിക്കറ്റ് എടുക്കുക എന്തിനാ വലിയ വിഷയം എന്നുള്ള കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറി കണ്ട് കളിയിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അതേ ഗ്രൗണ്ടിൽ ഞാൻ കൈ കൊടുക്കാനും പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അതേ ഗ്രൗണ്ടിൽ ഞാൻ പോസ്റ്റിലും നിന്നിട്ടുണ്ട് വേറൊരു ടീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഇപ്പോൾ പ്ലെയർ ആണെന്നുള്ള മൂപ്പർക്ക് അറിയില്ല തോന്നുന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇത്ര വലിയ പ്ലെയർ ആയിട്ട് പോലും ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ദെൻ 2ാമത്തെ ദിവസം ഏതെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു 5 കിലോമീറ്റർ ഡിഫറൻസിലുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതൊരു വിഷയമാക്കി. 2ാമത്തെ ദിവസം എന്താണ് ഗസ്റ്റ് ആയിട്ട് പോകുന്നു, അടുത്ത 3 ദിവസം കഴിയുമ്പോൾ എന്താണ് പ്ലെയർ ആയിട്ട് പോകുന്നു. അത് ടൂർണമെന്റ് ഓർഗനൈസിങ് കമ്മിറ്റി ആണ് വിളിച്ചിട്ട് മറ്റേ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ മനസ്സിലാക്കണം എന്താ വെച്ചാലോ, ഇപ്പോൾ ഫുട്ബോൾ ആയാലും മറ്റ് സ്പോർട്സുകളായാലും ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിൽ സാധാ ഒരു സന്തോഷ് ട്രോഫി കളിച്ചാൽ സാധാ ഒരു ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
നാട്ടുമ്പുറത്ത് അത്യാവശ്യം ഒരു സ്റ്റേറ്റ് ടീമിൽ കളിച്ചാൽ പോലും അത്യാവശ്യം ആളുകൾ അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഒരു ക്ലബ്ബിൽ ഇപ്പോൾ മീൻസ് ഒരു ചെന്നൈയിൻ FC ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ, അതിൻ്റെയൊക്കെ അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിൽ കളിച്ചാൽ പോലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്, അത്രയും പരിഗണന കൊടുക്കുന്നുണ്ട്. ഈവൻ രഞ്ജി ട്രോഫിക്ക് അടക്കം കളിച്ച അത്ര ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. രഞ്ജി ട്രോഫി വലിയൊരു ട്രോഫിയാണ് തീർച്ചയായും. അപ്പോൾ അതുപോലെ ഇത് ഒന്നാണ് സന്തോഷ് ട്രോഫി, അങ്ങനത്തെ ഫുട്ബോളിലെ സന്തോഷ് ട്രോഫി അങ്ങനെ. പക്ഷേ ക്രിക്കറ്റ് പ്ലേയേഴ്സിന് കിട്ടുന്ന ഒരു പരിഗണന എനിക്ക് തോന്നുന്നു ഫുട്ബോൾ പ്ലേയേഴ്സിന് ആ ഒരു ലെവലിൽ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. എന്താ പറയുക, അത് മീഡിയൻ്റെ ഒരു ഇതാണ്. ഇപ്പം ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇപ്പം ഐ ലീഗ് നടക്കുന്ന സമയത്ത് ഐ ലീഗിലെ പ്ലേയേഴ്സിനെ ഒന്നും എല്ലാവരും അറിയലില്ലായിരുന്നു. എന്താ വെച്ചാൽ അത് ചാനലിൽ വരുന്നത് കുറവാണ്, അതിൽ പണം ഇറക്കുന്നത് കുറവാണ്. വലിയ വലിയ ആളുകൾ വലിയ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പബ്ലിസിറ്റി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ, TV യിൽ, ചാനലുകളിലൊക്കെ എത്തുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ നോക്കി നോക്കുക, നമ്മൾ ഐ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ISL വന്നത്. ISL ഒരുപാട് പൈസ ഇറങ്ങുന്ന ഒരു കളിയാണ്. ഐ ലീഗ് മുങ്ങിപ്പോയി. ISL പ്ലേയേഴ്സിനെ അറിയാത്ത ആളുകളില്ല. ഇപ്പോൾ സഹലിനെ ആയാലും അങ്ങനെയുള്ള രാഹുൽ KP അതുപോലുള്ള ആളുകളെല്ലാം കൂടുതൽ അറിയുന്നത് എന്തുകൊണ്ടാണ്? ISL കളിക്കുന്നത് കൊണ്ടാണ്. അത് എനിക്ക് തോന്നുന്നു ISL ഒരു അത്യാവശ്യം ഒരു ഏവറേജ് ടീമും നമ്മുടെ ഐ ലീഗിൽ ഒരു ഏവറേജ് ടീമും വെച്ചിട്ട് കളിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഐ ലീഗ് ടീം പ്ലേയേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കുക. കളിയേക്കാൾ ഉപരി ഇതിലിറക്കുന്ന പൈസ, അതിന് കിട്ടുന്ന പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ എത്തുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആളുകളിലേക്ക് കൂടുതൽ. ഇപ്പോൾ രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ള ഒരു പ്ലെയർക്ക് എത്രയാണ് കിട്ടുന്നത് എന്നറിയാം. സ്റ്റേറ്റ് കളിക്കുന്ന പ്ലെയർക്ക് അവരുടെ പേയ്മെൻറ്റ് എന്താണെന്നും സന്തോഷ് ട്രോഫിയുടെ പേയ്മെൻറ്റ് എന്താണെന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് നോക്കിയാലും അത് മനസ്സിലാവും. സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് ഇപ്പോഴുള്ളൊരു കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിലും കൂടുതൽ ആക്റ്റീവാകുന്ന ആളുകളെ കൂടുതൽ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് എല്ലാ സ്പോർട്സിനെയും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. ഇപ്പോഴത്തെ ഒരു കാലത്ത് മീഡിയ ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കുന്നത് സോഷ്യൽ മീഡിയകളാണ്. നമ്മൾ പേപ്പർ വായിക്കുന്നതിനേക്കാളും കൂടുതലും അല്ലെങ്കിൽ TV കാണുന്നതിനേക്കാൾ കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. നമ്മൾ അതിൻ്റെ സമയം ഉപയോഗിക്കുന്ന കണക്കെടുത്തിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ അത്രയും സമയം ഫോണിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നനുസരിച്ചിട്ട് ഫേമസ് ആകുന്ന ഒരുപാട് ആളുകൾ. അതെ, സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും. അല്ല മീൻസ് നമ്മളിപ്പോൾ ഒരു വലിയൊരു വീഡിയോ എത്ര നേരം നമ്മൾ കണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു ദിവസം വേണമെങ്കിൽ മൊത്തം ഇരുന്നിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് കാണാം. ഒരാൾക്ക് ഇപ്പോൾ 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ഒരു സ്ട്രെച്ചിലിരുന്ന് കാണാനുള്ള കപ്പാസിറ്റി ഇല്ലാതെയായി. എന്ന് വെച്ചാൽ അത്രയും ക്ഷമയില്ലാതെയായി മനുഷ്യന്മാർക്ക്. അത് ഓരോരുത്തരെ അത് അവരുടെ ഒരു കഴിവാണ്. ആ റീൽ ഉപയോഗിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ ഒരു മണിക്കൂർ കണ്ടന്റിന് നമ്മളെ പോരായ്മയാണ്. അതിപ്പോൾ ഒരു കമ്പനി നമുക്ക് ആദ്യം നെറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു, അത് മൊത്തം ഫ്രീ ആയിട്ട് തന്നു. ഇപ്പൊ നമുക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കിപ്പോ ഒരു ദിവസം 50 MB കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരാണ് നിയന്ത്രിക്കണത്. എത്ര രൂപ റീചാർജ് ചെയ്യണം നിയന്ത്രിക്കണ അവരാണ്. ആ ലെവലിലേക്ക് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം വൈശാഖ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇപ്പൊ തോൽക്കാൻ പേടിയാ. ജെൻസി കുട്ടികൾ എന്നൊക്കെ പറയണ മാതിരി അതിലൊരു സ്പോർട്സിന്റെ ഒരു പങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഞാൻ വൈശാഖും സഫർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. വൈശാഖിന് കാല് നഷ്ടപ്പെട്ടു, വൈശാഖ് കയറി വന്നു, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു, ഞാൻ കയറി വന്നു. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയൊരു കാര്യത്തിൽ തോൽക്കാം. ഇപ്പോൾ ആത്മഹത്യേൻ്റെ എണ്ണം നോക്കും. ഇപ്പോഴത്തെ ഈ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഈ ലഹരി അഡിക്റ്റഡ് ആണ് അതെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ പേരൻസിനും അതിൽ ഏറ്റവും വലിയൊരു പങ്കുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ കുട്ടി വേറൊരാളെ മുന്നേ തോറ്റ് കാണാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന പേരൻസ് മുതലേ ആ കുട്ടിക്ക് സ്ട്രെസ് നല്ലോണം കൊടുത്ത് ഇങ്ങനെയാവും. എപ്പോഴും നമ്പർ 1 നമ്പർ 2 ഇല്ല, ഇവിടെ നമ്പർ 2 ഇല്ല. പേരൻസിൻ്റെ ഒരു നമ്പർ അതിനുവേണ്ടി പേരൻസ് എന്ത് ചിലവാക്കാം. ഇപ്പം ഒരു ആളുടെ വരുമാനം ചിലപ്പോൾ ഒരു 20,000 രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു മാസത്തെ ചിലവ് ചിലപ്പോൾ ഒരു 30,000 ആണെങ്കിലും ആൾ എന്ത് കഷ്ടപ്പെട്ടിട്ടും അത് ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മളോട് എന്താ പറയുക, നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് പറയാം അത്രയൊന്നും ഇല്ല, അത് ഓപ്പണായിട്ട് പറയും. അതിനെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടാണ് നമ്മൾ വലുതായി വരുന്നത്. കുട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള സാധനമല്ല. അതുപോലെ തന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഒന്നാമത് നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ചെറിയ തോൽവിനെ
അവർ പോയി സൂയിസൈഡ് ചെയ്യാണ്, അവർ പോയിട്ട് ലഹരിക്ക് അടിമയാവാണ്. ഈ ലഹരിക്ക് അടിമയാവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് ഇല്ല എന്നുള്ള ഒരൊറ്റ റീസൺ മാത്രമല്ല, നമ്മുടെ പാരൻസ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ, ഇപ്പം എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മക്കൾ എവിടേക്കാണ് പോകുന്നത്, ഒന്നും നമ്മൾ പിന്നാലെ പോയി നോക്കുന്നില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 4 മണി 6 മണിയാകുമ്പോൾ വീട്ടിൽ കയറിയില്ലെങ്കിൽ മുട്ടുകാലി എല്ലാം ഓടിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറാറുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 6 മണിന്ന് കണ്ട 6:06 കണ്ട ഉമ്മയൊക്കെ വടിയെടുത്തിട്ട് ഗ്രൗണ്ടിൽ വന്ന സമയമുണ്ട്. ഉമ്മ ഇപ്പൊക്കെ വടിയെടുത്തിട്ട് വരുന്ന സമയമുണ്ട്. വലിയമ്മടക്കം എന്താണ് കയറാൻ സമയമല്ലേ. വല്യമ്മാൻ്റെ വീട്ടിൽ വഴി നിൽക്കുന്ന സമയത്ത് വടിയെടുത്തിട്ട് വരും, കയറടാ വീട്ടിൽ. ഇപ്പോഴത്തെ മക്കൾക്ക് അതില്ല. അല്ല, ഇപ്പോഴത്തെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 8ാം ക്ലാസ് 10ാം ക്ലാസ് എത്തിയ കുട്ടികൾ രാത്രി 12 മണിക്കൊക്കെ റോഡിൽ ബൈക്കായിട്ട് കറങ്ങി നടക്കുകയാണ്. പക്ഷേ അതിപ്പം നമ്മളെ ഈ ഇവരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പോലീസുകാരെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഇൻകം അവർ വേറൊരു സോഴ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇവർ ആത്മഹത്യ ഓർക്കാൻ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിന് വലിയ രീതിക്ക് എന്താ പറയുക മെൻ്റൽ ഹെൽത്തിനെ നന്നാക്കുന്ന മെച്ചപ്പെടുത്തുന്ന ഒരു ഘടകമാണ് സ്പോർട്സിലേക്ക് കടന്നു വരുന്നത്. സ്പോർട്സ് പേഴ്സൺ എപ്പോഴും എന്താണ് തോൽവിയും ജയവും കണ്ടുപരിച്ചുള്ള ആളുകളാണ്. ഈ തോൽവിയും ജയം കണ്ടുപരിച്ചുള്ള ആളുകൾക്ക് ഒരു തോൽവി വന്നാൽ ഓക്കെ കുഴപ്പമില്ല, നെക്സ്റ്റ് ഞാൻ പിടിക്കും എന്നൊരു വാശിയോടുകൂടി തിരിച്ചു കയറും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഈ തോറ്റു കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, തളർന്നു പോയി. സോ സ്പോർട്സിലുള്ള ആളുകളുടെയും ഇവരുടെയും വ്യത്യാസം ഇതാണ്. തോറ്റു കഴിഞ്ഞാൽ അടുത്ത ജയിക്കാനുള്ള ഒരു വാശിയോടുകൂടി തിരിച്ചു വരിക എന്നുള്ള സാധനം സ്പോർട്സുകാർ. അല്ല, ഇപ്പം നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറയാറുണ്ട്. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയത്തിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ തോറ്റ് ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ വല്ലപ്പോഴും ഒരു ജയം ജയിക്കുന്നതിനാണ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം നാളെ നമ്മൾ തോൽക്കും. മീൻസ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ജയിച്ചു, ഇന്ന് മുതൽ ഞാൻ രാജാവ്, അങ്ങനെയില്ല. നാളെ നമ്മൾ തോൽക്കും. പക്ഷെ നാളെ തോറ്റു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്ത് നമ്മൾ എങ്ങനെ ജയിക്കണം എന്ന് ആലോചിക്കുന്നത്. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കളി നടക്കുന്നതിനിടയിലാണെങ്കിലും ഒരു പെട്ടെന്ന് അടി നടക്കുന്നത്. അതിനെ സ്പോർട്സായി കാണാൻ, അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ നേരെ പോകുന്നത് അപ്പുറത്തെ ടീമിനെ തല്ലാൻ. അല്ല, അത് സോഷ്യൽ മീഡിയക്ക് ഒരു വലിയ പങ്കുണ്ട്. അതൊരു മാസമായി കാണിച്ച് അത് മാസമായിട്ട് 2 BGM ഇട്ടിട്ട് ആ സാധനം മാത്രം കട്ട് ചെയ്തിട്ട് ഇവനെ പിടിച്ച് തല്ലുന്നു. അടുത്ത മറ്റേ ജോൺസീനോ മറ്റേതെന്ന് പറഞ്ഞിട്ട് അവർ റിക്കവർ ചെയ്തിട്ട് ആ ഒരു പോസ്റ്റ് ഇടുമ്പം ആൾക്കാർ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അഖിലേന്ത്യ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ പോകുന്നത് ഈ തല്ല് കാണാൻ വേണ്ടിയിട്ടാണ്. കളി നടക്കുന്നില്ല. കണ്ടിരുന്നു ഇപ്പോൾ ഒരു അഖിലേന്ത്യയിൽ ഒരു അടി നടന്നുകൊണ്ട് അഖിലേന്ത്യയിൽ ഫുള്ള് അങ്ങനെ അടി നടക്കുന്ന ഒരു പയ്യൻ. ആ പയ്യൻ്റെ ഒരു റീലാണ് ആൻ്റണി അലിയാരുടെ മകൻ, അലിയാരുടെ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വലിയൊരു അങ്ങനത്തെ ഇതൊക്കെ കൊടുത്തിട്ട് റീലൊക്കെ ഇട്ട് ഭയങ്കര ഫുൾ ഇതാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് നോക്കുമ്പോൾ എല്ലാവരും എന്താണ് അവൻ ചെയ്യുന്ന തെറ്റിനെയല്ല കാണുന്നത്. തീയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യുക. ചെറിയ കുട്ടികളടക്കം ഇതിനെ കുട്ടികളെ കണ്ടു വളർന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഈ തല്ലുണ്ടാക്കുക, തോറ്റു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ശരത്തേട്ടനാണ് പറയുന്നത്, ഇപ്പോൾ വാവ് ഫൗണ്ടേഷൻ തുടങ്ങാനുള്ള റീസൺ എന്താ? ഇപ്പോൾ വാവ് ഫൗണ്ടേഷനിലേക്ക് എത്തിപ്പെടാനുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം വരാനുള്ള കാരണം എന്താണ്? ഇതുകൊണ്ട് എന്താണ് ശരത്തേട്ടൻ എന്തായാലും ഭാവിയിൽ ഉദ്ദേശിക്കുന്നത്? ഇത് ഇപ്പോൾ ഞാൻ വൈശാഖായിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇപ്പം IQ വെഞ്ചേഴ്സിൻ്റെ ഷാഫിയായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത്. ഞാനും ഷാഫിയും ഒരുപാട് കാലം ഇരുന്നിട്ട് സംസാരിച്ച് 5-6 വർഷം 7 വർഷത്തിന് മുകളിലായി ഞങ്ങളിപ്പോൾ ഇത് പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വൈശാഖിനോട് തന്നെ ഇത് സംസാരിക്കാൻ ഏകദേശം ഒരു 3-4 വർഷമായി. വൈശാഖിന് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അതെന്താ ഇയാളെ തുടങ്ങാത്തത്, കുറേ കാലമായില്ല ഇത് പറയാൻ. ഇത് ഞാൻ കുറേ ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈശാഖിനോട് മാത്രമല്ല, എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും എല്ലാവരോടും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉൾഗ്രാമങ്ങളിലേക്കുള്ള കുട്ടികൾ ഇപ്പം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈശാഖ് ഇതപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് ക്ലിയർ ആയിട്ടൊരു മെൻറ്റർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പൊങ്ങി വരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വൈശാഖ് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതിന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു സൊല്യൂഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് ടോട്ടലി എക്സ്പെൻസീവ് ഇല്ലാതെ നമ്മൾ ആ കുട്ടീനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്നൊരു സംഭവമാണിത്. നാട്ടുമ്പുറങ്ങളിലെ അടിത്തട്ടിലേക്ക് ഇറങ്ങി കുട്ടികളെ കണ്ടെത്തിയിട്ട് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഈ വാവ് ഫൗണ്ടേഷൻ നടത്തുന്ന ടൂർണമെൻ്റ് ഉണ്ട്, നെക്സ്റ്റ് ലെജൻഡ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൂർണമെൻറ്റ്, ഇന്ത്യാസ് നെക്സ്റ്റ് ലെജൻഡ് ലീഗ് എന്ന് പറഞ്ഞ ടൂർണമെൻറ്റിൽ നമ്മളിപ്പോൾ ആശയം തന്നെ അതാണ്. ഇപ്പം CK വിനീതാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അപ്പം ഞങ്ങളിപ്പം
അതിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഈ ഇതില്ല, മീൻസ് നമുക്ക് എന്താ പറയുക, വേണ്ട രീതിയിൽ മെൻറ്റർഷിപ്പും കാര്യങ്ങളും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിക്കുക. രജിസ്ട്രേഷൻ ഇതിൽ കുട്ടികൾക്കൊന്നും രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. ഒന്നാമത്തെ ഫസ്റ്റ് ഫൈൻ. ഈ ഇന്ത്യാസ് നെക്സ്റ്റ് ലെജൻഡ് ലീഗിൽ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ഫീ ഒന്നും ഇല്ലാതെ ഫുള്ളി ഫ്രീ ആണ്. മീൻസ് ഇനി ഞങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റൂറൽ ഏരിയയിലേക്കുള്ള ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ടാണ് ആ കുട്ടീനെ നമ്മൾ. ഈ കുട്ടി ഇപ്പോൾ ടൂർണമെൻറ്റിൽ വന്ന് കളിച്ചു. ഇപ്പോൾ ഇന്ത്യാസ് നെക്സ്റ്റ് ലീഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലാണ്, ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികൾ വന്ന് കളിച്ചു, നമ്മൾ സ്കൗട്ട് ചെയ്തെടുത്തു കുട്ടികളെ, ആ ഇതിൽ നിന്നും സ്കൗട്ട് ചെയ്തെടുത്ത ശേഷം ഇനി ദെൻ എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ? നമ്മൾ അവരെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റെപ്പ്, നമുക്കിപ്പം അത്രയും ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഒരു കുട്ടിക്ക് ചിലപ്പം അവിടെ തൊട്ടടുത്തുള്ള ഒരു അക്കാദമികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മീൻസ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അക്കാദമികളിലേക്ക് എത്തിക്കുക, മീൻസ് നല്ല അക്കാദമികളിലേക്ക്. അക്കാദമികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് അക്കാദമികളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അക്കാദമികൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് സംഭവം. മീൻസ് അക്കാദമികളുള്ള നല്ലതാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലും വേറെ കാര്യമുണ്ട്. നമ്മളെ ഈ അക്കാദമികളിലേക്ക് ഇപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമാണ്, ഏത് നമ്മുടെ സമ്മർ വെക്കേഷൻ, സ്കൂൾ ഹോളിഡേയ്സാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് എൻ്റെ കുട്ടീനെ വേഗം ഫുട്ബോളിൽ കുറച്ച് ഒരു അക്കാദമിക്ക് ഉണ്ടായി വിടാം, 2 മാസം വെക്കേഷനാണോ കഴിച്ച ശേഷം 2 മാസം കൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനോ മെസ്സിനെ കിട്ടില്ല. അത് നമ്മൾ ആലോചിക്കേണ്ട ഫസ്റ്റ് റീസൺ. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തൊരു അക്കാദമി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു അക്കാദമിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അക്കാദമി എന്താണെന്ന്. അതെ, ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കോച്ചുമാർക്കൊക്കെ സുഖത്തിൽ ഡി ലൈസൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ. നമുക്ക് ഒന്നാമത്തെ റീസൺ നമുക്ക് കൂടുതൽ കോച്ചസ് വേണം. മീൻസ് 15 കുട്ടിക്ക് ഒരു കോച്ചെങ്കിലും വേണം. എന്നാലും നമുക്ക് പക്ഷേ നമ്മുടെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ നമ്മുടെ പേരൻസൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടിക്കൊരു രോഗം വന്നാൽ നമ്മൾ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടുന്നു, നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നു. അങ്ങനെ എല്ലാം ബെസ്റ്റായിട്ട് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് നമ്മളെ പേരൻസ്. പലപ്പോഴായിട്ട് നമ്മളെ ഒരു അക്കാദമിയിലേക്ക് വിടുമ്പം ആ കോച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൂടി ചെക്ക് ചെയ്യണം. മീൻസ് ആ കോച്ചിന് വെൽ എക്സ്പീരിയൻസ്, എങ്ങനെ ആ കോച്ചിൻ്റെ കീഴിൽ നന്നായി വളരാൻ പറ്റുമോ എന്നുള്ള സാധനം വളരാൻ പറ്റുമോ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അക്കാദമികളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ബെസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് ആ കുട്ടിയല്ല, ആ പേരൻസാണ്. മീൻസ് ഞാൻ ഇന്ന സ്കൂളിൽ പഠിക്കണമെന്ന് ഞാൻ LKG എൻ്റെ അമ്മേനോട് അച്ഛനോട് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കത് അറിയില്ല, ഇവർക്കാണ് ഇത് കണ്ടിട്ട് പരിചയമുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇന്ന അക്കാദമിയിലേക്ക് പോകണമെന്ന് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ പേരൻസാണ്. ഈ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാദമിയിൽ ഇപ്പം ഞാനൊരു കോച്ചായിരിക്കാം, വൈശാഖ് ഒരു കോച്ചായിരിക്കാം, ഇപ്പം ആബിദ് ഒരു കോച്ചായിരിക്കാം. ആബിദ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബിദിന് ഇപ്പം ഫുട്ബോളിലുള്ള എക്സ്പീരിയൻസ് കുറവാണ്, പക്ഷെ നിനക്ക് ലൈസൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നേരെ മറിച്ച് നീ നിൻ്റെതായ സ്റ്റൈലിൽ ഒരു അക്കാദമി, പക്ഷെ നിനക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയായിരിക്കും, നിനക്ക് നിൻ്റെ അക്കാദമീനെ നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയാം, ഹൈലൈറ്റ് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഞാനും വൈശാഖും കളിച്ച് വന്നിട്ടുള്ള പ്ലേയേഴ്സാണ്, ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയില്ല. മീൻസ് ആ കുട്ടീനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അറിയാം. ഞങ്ങൾക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടായിരിക്കാം, ഈ ഫുട്ബോൾ കളിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതിന് അങ്ങനെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ കോഴിക്കോട് തന്നെ ഇത്രയും ഫുട്ബോൾ ഡെവലപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കോഴിക്കോട്. ഇപ്പം എറണാകുളം അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫുട്ബോൾ കുറച്ച് ഇതായിട്ടുള്ള ഈ കോഴിക്കോട് ഒരു എനിക്ക് ലൈസൻസ്ഡ് കോച്ചാണോ എന്ന് എനിക്കറിയില്ല. ഒരു 10-35 കുട്ടികളുണ്ട് ഒരു ടർഫിൻ്റെ ഉള്ളിലാണ്. ആ കുട്ടികൾക്ക് ക്യാമ്പ് എടുക്കുന്ന ഒരു കോച്ചിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്താ പറയുക വൈശാഖെ? സാധാരണ ഇപ്പം ഞാനിട്ടതുപോലത്തെ ഒരു ഷർട്ട്, ഒരു നമ്മുടെ കാർഗോസിനെ പോലത്തെ ഒരു ജീന്, ഈ ജീന് മടക്കി വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്രോക്സ് ചെപ്പലോട്ടിട്ട് പുള്ളി ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾക്ക് ക്യാമ്പ് എടുക്കുകയാണ്. അതിലൊരു 35 കുട്ടികളിൽ 25 കുട്ടികളോളം അവിടെ പുറമെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈവൻ സെൻറ്ററിൽ കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, 10 കുട്ടികളെ. ബാക്കിയുള്ള 25 കുട്ടികൾ അവിടെ പുറത്തിരിക്കുക. ഇവരൊക്കെ പാരൻസ് വിടുന്നതാണ്. പാരൻസ് വിട്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പാരൻസ് അറിയുന്നത് ഒക്കെ ചെറിയ മക്കളാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ പോയിട്ട് എന്തെങ്കിലും പറയണം എന്നൊക്കെയാണ് മനസ്സിലായി. പക്ഷേ എന്തിനാണ് നമ്മളിപ്പം
ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാനത് ജസ്റ്റ് ഇൻഫോം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഒരു കോച്ചാണ്. ഈ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിങ്ങിനൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറവുകൾ അത് തീർച്ചയായും ഒരുപാട് ഇപ്പോൾ അക്കാഡമികൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. പക്ഷേ കോച്ചുമാരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് വലിയ ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ ചെറിയൊരു കളിച്ചൊരു എക്സ്പീരിയൻസ് കൊണ്ട് പെട്ടെന്ന് കോച്ചായി മാറുന്നൊരു, അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇപ്പോൾ പാരൻസ് അതൊക്കെ നോക്കാതെ വേഗത്തിൽ അക്കാഡമികളിലേക്ക് എത്തിക്കുന്നു. എല്ലാവരും ഫെസിലിറ്റീസ് ആണ് നോക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ടാണോ നോക്കുന്നുണ്ട്, അവർ 2 റീൽസിൽ വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ നല്ല അക്കാദമി ആയിരിക്കും കൊണ്ടുവിടാം. ഫണ്ട് ഫെസിലിറ്റീസ് എത്ര ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ആ ഒരു കോച്ചിന് ഒന്നും അറിയില്ലെങ്കിൽ, ആ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ കോച്ച് ഇപ്പം കളിക്കാത്ത ആളുകൾ ഇപ്പോൾ നല്ല കോച്ചായ ആളുകളും ഉണ്ട്. ഇപ്പോൾ കോച്ചിങ് മേഖലയിൽ ഇപ്പോൾ കോച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കഴിവാണ്. കളിക്കുന്ന എല്ലാ ആളുകളും നല്ല കോച്ചാവണമെന്നില്ല. അതേപോലെ തന്നെ എന്താ പറയുക, അതൊരു പ്രത്യേക ടാലൻ്റ് ഉള്ളതാണ്. കളിക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് നല്ല കോച്ചാവാൻ പറ്റുക എന്നുള്ളൊരു കാരണമുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, കളിച്ചിട്ടുള്ള ശീലം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം പ്രീമിയർ ലീഗിലൊക്കെ തന്നെ കൂടുതൽ കളികളൊന്നും കളിക്കാണ്ട് നല്ല കോച്ചായിട്ട് തിളങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അങ്ങനെയുള്ളൊരു സംഗതി കൂടെ ഉണ്ട്. പിന്നെ ഇത് കോച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം, ആ കോച്ചിന് എത്ര റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അക്കാദമീൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ശരിക്കും ഒരു കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ അക്കാദമികളിലും ചേർക്കാൻ. ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫുട്ബോൾ കോച്ചിങ് എന്ന് പറയുന്നത് വേറെ പല കാര്യത്തിനും ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയാലും ഇപ്പോൾ പല സ്കൂളുകളിലും വെക്കേഷനിൽ ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ സമ്മർ ക്യാമ്പുകൾ നടക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കുട്ടികൾ ഫുട്ബോൾ പഠിക്കണം, എല്ലാ സ്കൂളുകളിലും കോച്ചിങ് ഒക്കെ വേണം. പക്ഷേങ്കിൽ സ്കൂളുകാർ ഭൂരിഭാഗം ആൾക്കാരും സമ്മർ ക്യാമ്പ് നടത്തുന്നതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം, ഞാനിപ്പോൾ ഒരുപാട് അധ്യാപകന്മാരോട് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് നല്ലൊരു ഫുട്ബോൾ പ്ലെയറിനെ വളർത്തിയെടുക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ഫുട്ബോൾ കോച്ചിങ് വെച്ചിട്ട് ആ കൂടുതൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ കോച്ചിങ് അഡ്മിഷൻ കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട് ഫുട്ബോൾ ക്യാമ്പുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാമ്പുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കാണിച്ച് സ്കൂളിലേക്ക് അഡ്മിഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിന്റെ പിറകിലുള്ള ലക്ഷ്യം ഒരു കളിക്കാരൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, പകരം സ്കൂളുകളിൽ ആ ബിസിനസ് മൈൻഡിൽ കളിയിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ടൊന്നും ഒരു പ്ലെയറിനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ വാവ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഇപ്പോൾ നല്ല മികച്ച കളിക്കാരെ കണ്ടെത്തിയിട്ട് ഏറ്റവും മികച്ച അക്കാദമികൾ, ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള വൈശാഖ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്ലെയർ നല്ലൊരു കോച്ചാവണമെന്നില്ല. ഞാനും അതിനോട് അനുകൂലിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെ നല്ലൊരു കോച്ചാവണമെന്ന് അങ്ങനെയില്ല, അത് ഓക്കെയാണ്. പക്ഷേ ഈ കളിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ഒരു കോച്ചായി വരുമ്പം അവർ വേറൊരു കോച്ചിൻ്റെ അണ്ടറിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് താല്പര്യമുള്ള ഇത് അല്ലാതെ എനിക്ക് ലിവർപൂളിലെ എല്ലാ പ്ലേയേഴ്സിനെയും എനിക്ക് പേരറിയാം, എനിക്ക് മറ്റേ ഇതിലെ എല്ലാം അറിയാം. അത് ഗ്രൗണ്ടിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇപ്പം വൈശാഖ് പറഞ്ഞത് വെച്ച് ഇപ്പം ഞാനും പറയുന്നുണ്ട്, ഒരു കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മാത്രമല്ല നല്ല കോച്ചാവുക. എന്ന് വെച്ചാൽ കളിച്ചിട്ട് ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കളിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ടോപ്പ് ലെവലിൽ ഇപ്പോൾ കോച്ചസ് ആയിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരു പ്രാക്ടിക്കലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു കോച്ചിനോട് നമ്മൾ ചോദിക്കുകയാണ്, സാർ ഒരു 10 ജഗ്ലിങ് ചെയ്യും, പെട്ടില്ല, ഇവിടെ പോസ്റ്റ് വെച്ച് കൊടുത്തു, ഒരു 10 യാർഡ് വിട്ടിട്ട് ഒരു പോസ്റ്റ് വെച്ച് കൊടുത്തു, ഈ പോസ്റ്റിലേക്ക് ഒന്ന് അടിച്ച് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി അത് വേണ്ട, അവർ ടെക്നിക്കലായിട്ട് നിന്നോട്ടെ, അവർ ഇത് പറഞ്ഞു കൊടുത്തോട്ടെ, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് വേണം. അത് തീർച്ചയായിട്ടും വേണം. ഇപ്പം എന്താ പറയുക, ഒരു ഫുട്ബോൾ കോച്ച് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ബേസിക്കുള്ള കാര്യങ്ങൾ അറിയണം. അതേപോലെ തന്നെ അത് പ്രൊഫഷണലായിട്ട് പഠിച്ച ആളായിരിക്കണം, അത് പ്രൊഫഷണലായിട്ട് ചെയ്യാനും പറ്റണം. ഇപ്പോൾ ഇതിൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു, നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ MBBS ഇപ്പോൾ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, നമ്മൾ പഠിച്ച അങ്ങനത്തെ എക്സ്പീരിയൻസ്, പക്ഷേ പുള്ളി ഇതുവരെയായിട്ടും പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്തില്ല. ഡയറക്റ്റ് വന്നിട്ട് ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കത്തി എടുത്ത് കൈ കൊടുത്തിട്ട് ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള സിറ്റുവേഷനാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. സിമ്പിളാണ്.
ഇതിലിപ്പോൾ ഏറ്റവും മികച്ച കോച്ചുമാരുടെ ഏറ്റവും നല്ല അക്കാഡമികളിലേക്കാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്ത കുട്ടികളെ വാവ് ഫൗണ്ടേഷൻ എത്തിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇപ്പോൾ കേരളത്തിനകത്താണോ, കേരളത്തിനകത്തുള്ള അക്കാദമികളുണ്ട്, കേരളത്തിന് പുറത്ത് അക്കാദമികളുണ്ട്, ഇന്ത്യക്ക് പുറത്ത് അക്കാദമികളുണ്ട്, എല്ലാ അക്കാദമികളും അവരുടെ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഈ അക്കാദമികളിലേക്ക് എങ്ങനെയാണ് എത്തിക്കാൻ ഉള്ള കുട്ടികൾ? ഈ വാവ് ഫൗണ്ടേഷൻ്റെ ടീം ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂറൽ ഏരിയയിലെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ചെങ്കിലും പൊട്ടൻഷ്യലുള്ള കുട്ടികളെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ലഹരി മുക്തും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ട്രെസ്സുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കുട്ടികളെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് തീം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഞങ്ങൾ കണ്ടെത്തുന്നതിൽ ഇപ്പം ഇന്ത്യസ് നെക്സ്റ്റ് ലെജൻഡ് ലീഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് കണ്ടെത്തുന്ന കുട്ടികളിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരു ആവറേജ് സ്റ്റാൻഡേർഡുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്ക് പന്ത് കളിച്ചാൽ ഒരു 3-4 വർഷം കൊണ്ട് ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊരു വർഷത്തെ ഒരു സ്കോളർഷിപ്പ് പോലെ നമ്മൾ ആ കുട്ടീനെ അവിടുത്തെ ഏറ്റവും നല്ല അക്കാദമിയിലേക്ക്, മീൻസ് നമ്മളിപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അക്കാദമി, ആ അക്കാദമിയിലേക്ക് കംപ്ലീറ്റ് അവരുടെ എക്സ്പെൻസസ് എല്ലാം നോക്കിയിട്ട് വെച്ചാൽ മീൻസ് അവരുടെ വിദ്യാഭ്യാസമായാലും ശരി, അവരുടെ യാത്രാ ചിലവായാലും ശരി, അവിടെ മറ്റു പല കാര്യങ്ങളും ഓക്കെ. അപ്പം അതിൻ്റെ ഒരു സ്കോളർഷിപ്പ് പോലെ നമ്മളവർക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കും. ആ കൊടുത്തിട്ട് ആ കുട്ടികൾ ഒരു വർഷത്തെ അത് ഇപ്പോൾ ഒരു ജില്ലയ്ക്കകത്തുള്ളതാണോ അതോ കേരളത്തിന് വേറെ അക്കാഡമികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അക്കാഡമികളിലേക്ക് എത്തിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിലും ഇതിപ്പോൾ ഞാൻ ഏവറേജ് സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിലും എബോവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബേസ്ഡ് ഓൺ ദ ക്വാളിറ്റി, ഓക്കെ, അവരുടെ എങ്ങനെയാണോ ടാലൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള രീതിക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ ഇപ്പം എബോവ് ഏവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അവർ നമ്മൾ ആ സ്റ്റേറ്റ് വിട്ടിട്ട് അടുത്തൊരു സ്റ്റേറ്റിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കാദമി, അവരുടെ ഫീസ് എക്സ്പെൻസ് കാര്യങ്ങൾ, നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, അവരുടെ അവിടുത്തെ വിദ്യാഭ്യാസത്തിന് എത്രയാവും, അവരുടെ അക്കാദമി എങ്ങനെയാണ് ഫീസ് ഇതാക്കുന്നത്, അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട്. ഇനി അതിലും ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആ പയ്യൻ, നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറത്തായിട്ടുള്ളൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇന്ത്യക്ക് പുറത്തുള്ള പല ഇവരായിട്ട് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് ചിലപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ട് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുട്ടീനെ നമ്മൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് മാറും എന്നുള്ള കാര്യത്തിൽ അത് നമ്മൾ വലിയൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തും ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ സഹലിൻ്റെ കളി വേറിട്ട് തന്നെ നോക്കും. സഹൽ കളിച്ച് വന്നത് ഇത്തിയാടിൻ്റെ അക്കാഡമിയിലാണ്. ഇത്തിയാടി അക്കാഡമിയിൽ കളിച്ച് വളർന്നതിൻ്റെ ഒരു ക്വാളിറ്റി സഹലിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ നല്ലോണം ഉണ്ട്. മറ്റു പ്ലേയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ നല്ലോണം സഹലിൻ്റെ ഒരു കളിയിൽ. അതുകൊണ്ടാണ് സഹലിനെ നമ്മളൊക്കെ വിളിക്കുന്നത് ഇന്ത്യയുടെ ഓസിലാണ്, ഇന്ത്യൻ ഓസിലാണെന്ന രീതിയിൽ സഹലിനെ വിളിക്കുന്നത്. ഇതിലൊരു കാര്യമുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, ഇന്ത്യയിൽ അതിനുള്ള സ്റ്റാൻഡേർഡുള്ള കോച്ചസ് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുമ്പം അവർക്ക് തന്നെ ഒരു തോന്നൽ വരും, എന്താ വെച്ചാൽ ഞങ്ങളിതിൽ ഭയങ്കര വ്യത്യസ്തരായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറമേക്ക് എത്താൻ പറ്റിയത് എന്നുള്ളത്. പിന്നെ അവർക്ക് തിരിച്ച് താഴത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. മീൻസ് അവർക്ക് അതിൻ്റെ താഴത്തേക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ISL പോലത്തെ ഒരു ടൂർണമെൻറ്റ് എത്തിക്കഴിഞ്ഞ് നമ്മൾ ഇനി വന്നിട്ട് അടുത്ത കൊല്ലം മുതൽ ഞാൻ ISL നിർത്തിയിട്ട് ഞാൻ സെവൻസിലേക്ക് തന്നെ പോവുക, അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് വരും. സെവൻസ് നമുക്ക് എപ്പോഴും കളിക്കാം, പക്ഷേ ISL എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിലേക്ക് അത് ചിന്തിക്കില്ല കുട്ടികൾ. ഞങ്ങൾ ആ ഒരു ഏജിലെ ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരിക്കലും പിന്നെ താഴത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് എങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് എത്താം എന്നുള്ള ഒരു ചിന്താഗതിയെ വരുള്ളൂ. ഇത് ഫസ്റ്റ് ഇനീഷ്യലി ഞങ്ങൾ കേരളത്തിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നമ്മൾ CK വിനീതിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചിട്ട് നമ്മളിപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പല വീഡിയോസ് അത്യാവശ്യം വൈറലായിട്ടുണ്ട്, അത്യാവശ്യം നല്ല റെസ്പോൺസും ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തത് ഈ കർണാടക, തമിഴ്നാട്, ഈവൻ നോർത്തിൽ എല്ലാം നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് കിടക്കും. ഓക്കെ, ഇതിലിപ്പോൾ വാവ് ഫൗണ്ടേഷൻ്റെ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ വൈശാഖടക്കം നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ആളാണ്. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുടെ സ്ട്രഗിളിങ് അല്ലെങ്കിൽ ആ മെൻറ്റർഷിപ്പ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത കേസാണ്. ആ കൃത്യമായിട്ട് മെൻറ്റർഷിപ്പ് ഇല്ല, കൃത്യമായിട്ട് നല്ലൊരു അക്കാഡമികൾ കുട്ടികൾക്ക് എത്തിക്കുന്നില്ല, ഫണ്ടില്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം. ഇതൊക്കെ മാറ്റാനാണ് വാവ് ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ടൂർണമെൻറ്റൊക്കെ നടത്തി കുട്ടികളെ മൊത്തത്തിൽ സ്പോൺസർ ചെയ്തു അല്ലെങ്കിൽ മൊത്തത്തിൽ ഏറ്റെടുക്കുന്നത്. ഈ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ മറ്റു എനിക്കൊന്നും വേറെ ഓർഗനൈസേഷനൊന്നും ഇങ്ങനെ ഇല്ല. ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എങ്കിൽ കൂടി ഈ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഫുട്ബോൾ മേഖലയിൽ വേറെ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് അടുത്ത ഇപ്പോൾ
ശരത്തേട്ടൻ അതുപോലെ നമ്മുടെ ശരത്തേട്ടൻ്റെയും അതുപോലെ തന്നെ ഷാഫി സാറ് അതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു വൈശാഖ് അടക്കം ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇവരുടെയൊക്കെ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ എങ്ങനെയാണ് വൈശാഖിൻ്റെ അഭിപ്രായമാണ് എങ്ങനെയാണ്? എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നത് ഇത് ഫുട്ബോളിലൊരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാവു ഫൗണ്ടേഷൻ്റെ ഈ ഒരു തീരുമാനം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഒരുപാട് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള അങ്ങനെ എന്താ പറയുക നല്ല ടാലൻ്റുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് നാട്ടിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ കാണാറുണ്ട് സമയം കിട്ടുന്ന സമയത്തൊക്കെ. ആ സമയത്തൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പെർഫോമൻസ് നടത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ പ്രായത്തിൽ ഞാൻ കളിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ കളിച്ച ആളുകൾ പോലും ഒരു ജില്ലാ ടീം പോലും കളിക്കാണ്ട് നാട്ടിലുള്ള ഗ്രൗണ്ടിൽ തന്നെ ആ ഗ്രൗണ്ടിലും അതിൻ്റെ ചുറ്റുവട്ടത്തും ഒതുങ്ങിപ്പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം ആൾക്കാരും. നമ്മൾ ചില സമയത്ത് ചില കുട്ടികളുടെയൊക്കെ കളി കണ്ടാൽ ഇവരെന്തുകൊണ്ടാണ് മുകളിലോട്ട് പോകാത്തതെന്നൊക്കെ ചിന്തിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശരത്തേട്ടൻ പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ കളിക്കണം, ഏത് ലെവലിൽ കളിക്കണം, അല്ലെങ്കിൽ ഏത് അക്കാദമി പോകണം, ഏത് അക്കാദമി പോയിട്ട് ഇന്ന് ടൂർണമെൻറ്റ് കളിച്ചാൽ ഇന്ന് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അതേപോലെ തന്നെ പ്രൊഫഷണലായിട്ട് ഫുട്ബോളിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയില്ല, പ്രൊഫഷണൽ ഫുട്ബോൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് പല ആളുകളും എവിടെ എത്താണ്ടായി പോകുന്നത്. ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് നാട്ടുംപുറങ്ങളിലൊക്കെ ഒരു ടൂർണമെൻറ്റ് നടത്തിയിട്ട് അവിടെയുള്ള ബെസ്റ്റ് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഏറ്റവും നല്ല അക്കാദമികളിൽ വിട്ടാൽ അവർ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വരും, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാവും. ഒരിക്കലുള്ള ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായ രീതിയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള റിസൾട്ടുകൾ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്ത്യൻ ഫുട്ബോളിനും കേരള ഫുട്ബോളിനും ഒക്കെ വളരെ മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് ഫുട്ബോളിലേക്ക് വരാനുള്ള ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ കൂടിയായിരിക്കും ഇതിൽ. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു IM വിജയനെ ചിന്തിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട്. അങ്ങനെയാണെങ്കിൽ വിജയേട്ടൻ വന്നിരിക്കുന്ന അത്രയും അല്ല, അങ്ങനെയല്ല, അത്രയും താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ പല പല പ്ലേയേഴ്സും ഇപ്പം പറയുകയാണെങ്കിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആ പ്ലേയേഴ്സൊക്കെ വന്നിരിക്കുന്ന അത്രയും താഴ്ന്ന സ്റ്റേജിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഈ 500 രൂപയൊന്നും കൊടുത്തിട്ട് ഇപ്പം ക്യാമ്പിന് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഈ അക്കാദമികളിലില്ലാത്ത കുട്ടികൾക്ക് പല ടൂർണമെൻറ്റിലും പങ്കെടുക്കാനുള്ള, ഈവൻ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മാച്ചസിന് പോലും പങ്കെടുക്കണമെങ്കിൽ നമ്മളൊരു അക്കാദമീൻ്റെ കീഴിൽ നിന്ന് പോകണം. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ കുട്ടികളെ കൈപിടിച്ച് പൊക്കാൻ പറ്റിയാൽ, മീൻസ് ഞങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയാൽ ഞങ്ങളത് വിജയിച്ച്. ഞങ്ങൾ ഫൗണ്ടേഷൻ വൈശാഖ് പറഞ്ഞ പോലെ സക്സസ് ആയിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിൽ സക്സസ് ആയി പോവുകയാണെങ്കിൽ ഈവൺ ഒരു 10 വർഷം അല്ലെങ്കിൽ 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഉറപ്പായും ഫിഫ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത് ഫിഫ കളിക്കും. കാരണം അത്രയും ടാലൻ്റായി പ്ലേയേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ത്യൻ്റെ ഫുട്ബോളിൻ്റെ ഒരു കൾച്ചർ മാറാൻ പോവുകയാണ്. സോ ഇത് ഓരോ സ്റ്റേറ്റിൽ നിന്നും മികച്ച പ്ലേയേഴ്സ് നല്ല ട്രെയിനിങ്ങോട് കൂടി കയറി വരാൻ പോകുന്നു. ഉറപ്പായും ഒരു ഇതിനെല്ലാവരും ഏറ്റെടുക്കും. ആ ഫൗണ്ടേഷൻ്റെ ഒരു പദ്ധതി എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തിനുള്ളിൽ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന ലെവലിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മാറും. അതുപോലെ തന്നെ ആളുകളുടെ മൈൻഡ് സെറ്റ് മാറും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റ് സ്പോർട്സുകളിൽ വെച്ചിരിക്കുന്ന എല്ലാ ഇത് മാറി ഒരു മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാക്കാൻ ഇതിന് കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വലിയൊരു പ്രയത്നം എടുത്ത ശരത്ത്, അതുപോലെ തന്നെ ഷാഫി, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായി വൈശാഖ് അടക്കമുള്ള എല്ലാവർക്കും, ഇപ്പോൾ ഓരോ പ്ലേയേഴ്സും എന്ത് ചെയ്യും, ഭാവിയിൽ നിങ്ങളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇതിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ ഒരു എന്താ പറയുക വലിയൊരു പ്രാർത്ഥനയും പിന്തുണയും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേർന്നതിന് വളരെ നന്ദി. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യണം, വാവു ഫൗണ്ടേഷൻ്റെ ഈ ഒരു പ്രവർത്തനമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പറ്റണം. നമുക്കതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സോ എനിവേ, താങ്ക് യു ഈ ഒരു പ്രോഗ്രാമിന് വന്നതിനും ഇത്ര നേരം ഈ ഒരു സംസാരിച്ചതിനും നമ്മുടെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ശരത്ത്, അതുപോലെ തന്നെ വൈശാഖ്, താങ്ക് യു ഫോർ എവറിത്തിങ്.